ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേറ്റസ്റ്റ് സ്റ്റോറി റിവ്യൂയിലേക്ക് സ്വാഗതം. വഴിയിൽ വെച്ച് മഹിമ മഞ്ജുവിനെ കണ്ട് വണ്ടി നിർത്തുവാണ്. അങ്ങനെ മഞ്ജുവിൻ്റെ അരികിലേക്ക് ചെല്ലുക. എന്നാൽ ഈ സമയം മഞ്ജു മഹിമയോട് ദേഷ്യത്തിൽ തന്നെ സംസാരിക്കുക. ഒരു ജോലി കിട്ടിയപ്പോൾ വലിയ ആളായി പോയെന്നല്ലേ നിൻ്റെ വിചാരം? അതുകൊണ്ടല്ലേ നീ ഞാൻ പറയുന്നൊന്നും അനുസരിക്കാത്തത്? ചേച്ചി പറയുന്ന എന്ത് കാര്യവും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുള്ളത്? അവിടെ വെച്ച് സ്വപ്നം പ്രശ്നം ഉണ്ടാക്കിയോണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്? അന്നേരം മഞ്ജു പറയണേ, അമ്മാവൻ എന്നെ ഫോണിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഗിരിയേട്ടനോട് നീ കയർത്ത് സംസാരിച്ചതൊക്കെ അമ്മാവൻ എന്നോട് പറഞ്ഞിരുന്നു. ഒന്നാമതേ നിന്റെ കാര്യം പറഞ്ഞ് ഗിരിയേട്ടൻ എന്നോട് ഒരിക്കൽ വഴക്കിട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതും കൂടി ആവുന്നതോടെ പൂർത്തിയാകും. ഇന്നെനിക്ക് ഗിരിയേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടാൻ തന്നെ സാധ്യതയുണ്ട്. അന്നേരം മഹിമ പറയണേ, ചേച്ചി ആ കാര്യം ചേച്ചിയോട് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. അതോർത്ത് ചേച്ചി പേടിക്കണ്ട, ചേച്ചീനെ ഒരിക്കലും ഗിരിയേട്ടൻ തല്ലില്ല. അന്നേരം മഞ്ജു പറയണേ, നിനക്ക് അങ്ങനെയൊക്കെ പറയാം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഗിരിയേട്ടൻ എന്നെ തല്ലാൻ കയ്യോങ്ങിയതാ. അന്ന് ബോധം കെട്ട് വീണത് കാരണം രക്ഷപ്പെട്ടു. ഇന്ന് അതുപോലെ ബോധം കെട്ട് വീണ് അഭിനയിച്ചാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്നേരം മഹിമ പറയണേ, എൻ്റെ ചേച്ചി, ഞാൻ ചേച്ചിക്ക് ഉറപ്പ് തരാം, ഗിരിയേട്ടൻ ചേച്ചിയെ ഒരിക്കലും തല്ലില്ല. ചേച്ചി എന്നല്ല, ഒരു പെണ്ണിനെയും ഗിരിയേട്ടൻ തല്ലില്ല. അത് ഗിരിയേട്ടൻ്റെ അച്ഛന് കൊടുത്ത വാക്കാണ്. നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത് എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ മഹിമ പറയണേ, ഞാനേ നമ്മുടെ വക്കീലിനെ കണ്ടിരുന്നു. ഏത്, മുകുന്ദനുണ്ണീനോ? അതേന്ന് മഹിമ പറയുക. വക്കീലിന് ഗിരിയേട്ടനെ മറ്റാരെയും നന്നായിട്ട് അടുത്തറിയാം. വക്കീല എന്നോട് ഈ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് ചേച്ചി പേടിക്കണ്ട, ചേച്ചിക്ക് തല്ലൊന്നും കിട്ടില്ല. ഈ സമയം മഞ്ജു പറയണേ, എങ്ങനെയെങ്കിലും ആ വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിച്ചു കൂട്ടാൻ പറ്റിയാൽ മതിയായിരുന്നു. അത് കേൾക്കുമ്പോൾ മഹിമ പറയണേ, ചേച്ചി ഇങ്ങനെ എല്ലാ കാര്യത്തിലും പേടിച്ച് മാറി നിൽക്കല്ലേ. ഗിരിയേട്ടൻ ചേച്ചിയോട് എന്തെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞാൽ അതിന് മറുപടി ചേച്ചി കൊടുക്കണം. ഒരു ഭാര്യ എന്ന നിലയിൽ ഭർത്താവ് അംഗീകരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ സ്നേഹം ഉണ്ടാകണം, അല്ലെങ്കിൽ ബഹുമാനം ഉണ്ടാകണം. ചേച്ചിയുടെ കാര്യത്തിൽ എന്താണെങ്കിലും ഗിരിയേട്ടന് അത്ര പെട്ടെന്നൊന്നും സ്നേഹം തോന്നില്ല. കാരണം ഗിരിയേട്ടന് നമ്മുടെ കുടുംബത്തിനൊരു ദേഷ്യമുണ്ടല്ലോ. പക്ഷേ ബഹുമാനം നേടിയെടുക്കാൻ അത് ചേച്ചി വിചാരിച്ചാലേ പറ്റൂ. ചേച്ചി ഇങ്ങനെ ഗിരിയേട്ടൻ എന്തു പറഞ്ഞാലും അതിനു മുമ്പ് പേടിച്ചു മാറി നിന്നാൽ ഒരിക്കലും ബഹുമാനം വരില്ല. ചേച്ചിയും ഗിരിയേട്ടനോട് തിരിച്ച് സംസാരിക്കണം. എന്നാൽ ഭാര്യ എന്ന നിലയിലുള്ള ഒരു ബഹുമാനം ഗിരിയേട്ടനിൽ നിന്നും ചേച്ചിക്ക് കിട്ടുള്ളൂ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഏറ്റവും വേണ്ടത് ഈ പരസ്പരമുള്ള ബഹുമാനമാണ്. ഇതൊക്കെ കേട്ട് മഞ്ജു അന്തം വിട്ടു നിൽക്കണേ. ഇതൊക്കെ കൊള്ളാലോ, ഇത് നീ എങ്ങനെ അറിയാം ഇത്തരം കാര്യങ്ങളൊക്കെ? അന്നേരം മഹിമ പറയണേ, അത് പിന്നെ ഞാനിതൊക്കെ ഒരു വീഡിയോയിൽ കണ്ടതാ. എൻ്റെ മോളെ, ഇപ്പം തൽക്കാലം പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത്തരത്തിലുള്ള വീഡിയോ ഒന്നും നീ കാണാൻ നിൽക്കണ്ട. അത് പിന്നെ ഞാൻ ചേച്ചിക്ക് വേണ്ടി ഇത് കണ്ടത്. എനിക്ക് വേണ്ടിയാണെങ്കിലും നീ ഇനി ഇങ്ങനത്തെ വീഡിയോ ഒന്നും കണ്ട. നിൻ്റെ ഫുൾ ശ്രദ്ധ പഠിത്തത്തിലായിരിക്കണം. ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് പഠിത്തത്തിലുഴപ്പാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാൽ ശരി, നീ പൊക്കോ. അങ്ങനെ മഹിമ അവിടെ നിന്നും പോകുവാണ്. ഇതേസമയം മഞ്ജു ഇങ്ങനെ മനസ്സിൽ പറയണേ, ആ വീഡിയോ എങ്ങനെയെങ്കിലും ഒന്ന് തപ്പിയെടുക്കണം. എന്നിട്ട് കാണണം, ഗിരിയേട്ടൻ്റെ മുമ്പിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. ഗിരിയേട്ടന് എന്നോടൊരു ബഹുമാനമൊക്കെ തോന്നണം. അങ്ങനെയൊക്കെ പറഞ്ഞ് മഞ്ജു അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് വീടിൻ്റെ ഉമ്മർത്ത് തന്നെ ഇരിക്കുന്ന ഭാനുമതിനെയും സ്വപ്നേനെയുമാണ്. അന്നേരം സ്വപ്ന അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണേ, അമ്മേ, ഗിരിയേട്ടനെ നല്ല ചൂടിലാണ്. മഹിമ ഒന്നാമത് ഗിരിയേട്ടനോട് തർക്കുത്തരം പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് മഞ്ജു വരുമ്പോൾ ഗിരിയേട്ടൻ മഞ്ജുവിനായിട്ട് പൊരിക്കും. എന്നാലും മഹിമക്ക് ഗിരിയേട്ടനൊന്ന് പൊട്ടിക്കേണ്ടതായിരുന്നു. അന്നേരം അമ്മ പറയണേ, അവൾക്കിട്ട് കൊടുക്കുന്നതും കൊടുക്കാത്തതൊന്നും നമ്മുടെ പ്രശ്നമല്ലല്ലോ. എന്താണെങ്കിലും അവൾക്ക് കൊടുക്കാഞ്ഞ നന്നായി. അതും കൂടി അവളുടെ ചേച്ചിക്ക് കിട്ടുമല്ലോ. ഈ സമയത്ത് തന്നെ ആയിരിക്കും മഞ്ജു അങ്ങോട്ടേക്ക് വരുന്നത്. മഞ്ജുനെ കാണുന്നതും സ്വപ്ന പറയണേ, അകത്തേക്ക് ചെല്ല്, ഗിരിയേട്ടനെ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. അന്നേരം മഞ്ജു ചോദിക്കണേ, എന്തിനാ അമ്മേ വെറുതെ പ്രശ്നം വഷളാക്കുന്നത്? ഞാൻ വേണമെങ്കിൽ മഹിമയോട് വന്ന് നിങ്ങളോട് മാപ്പ് പറയാം. അന്നേരം അമ്മ പറയണേ, അതിനാർക്ക് വേണം അവളുടെ മാപ്പ്? അല്ലെങ്കിൽ തന്നെ എനിക്ക് പ്രശ്നം അവളോടല്ല, നിന്നോടാ. നീ ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നതുകൊണ്ടാ അവളും ഈ കുടുംബത്തിലേക്ക് വരുന്നത്. നീ കുടുംബത്തിലേക്ക് എന്ന് വന്നു കയറിയോ അന്ന് തുടങ്ങിയതാ ഇവിടെ ഓരോ പ്രശ്നങ്ങൾ. അന്നേരം മഞ്ജു പറയണേ, ഞാൻ ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്? ഞാനിവിടെ നിന്ന് പോകണമെന്നാണോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്? അന്നേരം സ്വപ്ന പറയണേ, അതെ, നീ ഇവിടെ നിന്ന് പോകണം, എന്നാലേ ഞങ്ങൾക്ക് സമാധാനം കിട്ടും. ഈ സമയം ഭാനുമതി പറയണേ, നിൻ്റെ കുടുംബം ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്തതൊന്നും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ കുടുംബം നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അന്നേരം അമ്മ പറയണേ, ആര് പറഞ്ഞു സ്റ്റേഷനിൽ കിടന്ന നിരപരാധിയായ എൻ്റെ ഭർത്താവിനെ കൊന്നത്? നിൻ്റെ അച്ഛനടങ്ങുന്ന പോലീസ് വർഗം തന്നെയാണ്. അന്നേരം മഞ്ജു പറയണേ, അതിൽ എൻ്റെ അച്ഛൻ നിരപരാധിയാണ്. ഈ പറയുന്ന സംഭവം നടക്കുന്ന ദിവസം എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലായിരുന്നു. പുഴയിൽ വീണ് ഞാൻ ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുമായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം എന്നെയും കൂട്ടി അച്ഛൻ സ്റ്റേഷനിലെത്തി. അപ്പോഴാണ് അച്ഛൻ ഈ സംഭവം തന്നെ അറിയുന്നത്. ഇത് കേൾക്കുന്ന ഭാനുമതി പറയണേ, നീ കൂടുതൽ ന്യായീകരണമൊന്നും നടത്തണ്ട. ഇതൊക്കെ ഈ നാട്ടിലെ ചില ആൾക്കാർ വിശ്വസിക്കും, പക്ഷേ ഞങ്ങളൊരിക്കലും വിശ്വസിക്കില്ല. അതേക്കുന്ന മഞ്ജു പറയണേ, നിങ്ങളൊരിക്കലും വിശ്വസിക്കില്ലായിരിക്കും, പക്ഷേ ഇതാണ് സത്യം. എൻ്റെ അച്ഛൻ ഒരിക്കൽ പോലും ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തിയിട്ടില്ല.
എൻ്റെ അച്ഛൻ ഏറ്റവും സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു. ഈ നാട്ടുകാരും പിന്നെ ഗോപാൽജി അടക്കമുള്ളവർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അന്നേരം സ്വപ്ന പറയണേ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങളതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. നിന്നെ എൻ്റെ ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടണം, എന്നാലേ ഞങ്ങൾക്ക് സമാധാനം കിട്ടും. അന്നേരം മഞ്ജു പറയണേ, സ്വന്തം ഏട്ടൻ്റെ ജീവിതം തകർക്കാൻ നിനക്ക് നാണമില്ലേ സ്വപ്നെ? ഈ വീട്ടിലേക്ക് കയറി വന്ന മരുമകളാണ് ഞാൻ. എന്നോട് അമ്മ സ്നേഹത്തോടെ ഒരു 5 മിനിറ്റെങ്കിലും സംസാരിച്ചിട്ടുണ്ട്. ഞാനിവിടെ വന്നത് ചിലരെയൊക്കെ കൊല്ലാനാണെന്നും അതിനുവേണ്ടിയുള്ള ഓരോ കാര്യങ്ങളും ഞാനിവിടെ ചെയ്യുന്നതെന്നൊക്കെ അമ്മ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് വെച്ചിട്ട് എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിൽ വിഷം കുത്തി നിറക്കി. ഒരു പെൺകുട്ടിയോട് ഇതിനേക്കാളും വലിയ ക്രൂരത ചെയ്യാൻ പറ്റുമോ? നിങ്ങളാരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല, എൻ്റെ അച്ഛനെ മനസ്സിലാക്കിയിട്ടില്ല. നാട്ടുകാരും ആ ഗോപാൽജിയൊക്കെ സ്റ്റേഷനിൽ നടന്നു എന്ന് പറയുന്ന കഥ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ എന്നെ എൻ്റെ കുടുംബത്തെ ഇങ്ങനെ വെറുക്കുന്നത്. അന്നേരം അമ്മ പറയണേ, നിന്നെ വെറുക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഈ യൂണിഫോം നീ ഊരി വെക്കണം. അതിന് നിന്നെക്കൊണ്ട് പറ്റില്ലല്ലോ, അപ്പം നീ അനുഭവിച്ചോ. അങ്ങനെ പറഞ്ഞ് അമ്മയും സ്വപ്നയും അകത്തേക്ക് പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിലെ ദേഷ്യത്തോടെ ഇരിക്കുന്ന ഗിരീനെയാണ്. ഈ സമയം മഞ്ജു അങ്ങോട്ടേക്ക് വരുവാണ്. അന്നേരം ഗിരി പറയണേ, ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ എൻ്റെ കുടുംബത്തെ ആരും അപമാനിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതാണ് നീ നിൻ്റെ അനിയത്തിയൊക്കെ കൂടി തകർത്തത്. നിൻ്റെ അനിയത്തിന്ന് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അനിയത്തിനെയും അമ്മേനെയും അപമാനിച്ചിട്ട് പോയില്ലേ? അന്നേരം മഞ്ജു പറയണേ, മഹിമയിന് ആരെ അപമാനിക്കാനൊന്നും അല്ല ഇങ്ങോട്ട് വന്നത്, അവളുടെ ജോലി ചെയ്യാനാണ് വന്നത്. ശരി, ജോലി ചെയ്യാൻ വന്നതാണെങ്കിൽ അത് ചെയ്തിട്ട് പോകണം. എന്തിനാ അമ്മയോട് സ്വപ്നയോട് വഴക്കിട്ടത്? അന്നേരം മഞ്ജു പറയണേ, അതിന് മഹിമ ഒരു തെറ്റും ചെയ്തില്ല. സ്വപ്നയാണ് മഹിമയുടെ ജോലിനെക്കുറിച്ച് താഴ്ത്തി കിട്ടുന്ന രീതിയിൽ ഓരോന്ന് സംസാരിച്ചത്. എന്നിട്ടും അതെല്ലാം കേട്ട് എന്നെ ഓർത്തോളം മിണ്ടാതെ നിൽക്കുമായിരുന്നു. പിന്നെ ഓർഡർ ചെയ്ത സാധനത്തിന് കൊടുക്കാൻ പൈസ ഇല്ലയെന്ന് സ്വപ്ന പറഞ്ഞു. അന്നേരം പൈസ വേണ്ടാന്ന് പറഞ്ഞ് മഹിമ ഇവിടുന്ന് പോകാൻ തുടങ്ങിയതാ. അന്നേരം പൈസ വേണ്ടാന്ന് പറഞ്ഞ് മഹിമ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. ആ സമയം ഗിരി പറയണേ, അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന് അവളുടെ ഔദാര്യമൊന്നും ആവശ്യമില്ല. അന്നേരം മഞ്ജു പറയണേ, അങ്ങനെ അവൾ ഔദാര്യമായിട്ടൊന്നും കരുതിയിട്ടല്ല അങ്ങനെ പറഞ്ഞത്. ഇത് നമ്മൾ കുടുംബക്കാരാണല്ലോ, ആ നിലയ്ക്ക് ഇങ്ങനെ കാശിൻ്റെ പേരിലുള്ള കണക്കൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അവൾ അങ്ങനെ പറഞ്ഞത്. അന്നേരം ഗിരി പറയണേ, എന്നിട്ട് ഞാൻ അവളുടെ കയ്യിൽ കാശ് കൊടുത്തപ്പോൾ അവൾ മേടിച്ചതോ? അത് പിന്നെ ഗിരിയേട്ടൻ, നിനക്ക് ഞങ്ങളുടെ കുടുംബമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ അവളുടെ അടുത്ത് പോയി പറഞ്ഞില്ലേ? വെറുതെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്ന ഒരാൾക്ക് വേണ്ടി എന്തിനാ നഷ്ടം സഹിക്കുന്നതെന്ന് അവളും വിചാരിച്ചു കാണും. അതുകൊണ്ട് അവൾ പൈസ മേടിച്ചത്. അന്നേരം ഗിരി ചോദിക്കണേ, അല്ല ഈ സംഭവങ്ങളൊക്കെ നടന്നപ്പോൾ നീ ഇവിടെ ഉണ്ടായില്ലേ? നിനക്ക് പൈസ കൊടുത്തുകൂടായിരുന്നോ? അന്നേരം മഞ്ജു പറഞ്ഞേ, അതെങ്ങനെയാ, ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞതാ, എന്നാൽ അമ്മ എന്നെ തടഞ്ഞു. അമ്മ എന്നെ ഈ വീട്ടിലൊരു അംഗമായിട്ടല്ലോ കാണുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ഗിരിയേട്ടാ? മഹിമയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഈ സമയം ഗിരി ചോദിക്കണേ, പിന്നെ സ്വപ്നയാണോ തെറ്റ് ചെയ്തത്? എൻ്റെ അനിയത്തിയെ എനിക്ക് നന്നായിട്ട് അറിയാം, അവൾ ഒരു തെറ്റും ചെയ്യില്ല. അതേക്കുമ്പോൾ മഞ്ജു പറയണേ, മഹിമയെ കുഞ്ഞുനാൾ തൊട്ട് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ വളർത്തിയത്, അവൾ ഒരു തെറ്റും ചെയ്യില്ല. അതേക്കുന്ന ഗിരിക്ക് അങ്ങ് ദേഷ്യം വരുക. നീ തർക്കുത്തരം പറയുന്നോ എന്ന് പറഞ്ഞ് മഞ്ജുവിന് തല്ലാനായിട്ട് ഇങ്ങനെ കയ്യോങ്ങുന്നുണ്ട്. അന്നേരം ആദ്യമൊന്നും മഞ്ജു പേടിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ഗിരി തല്ലാതെ കൈ താഴ്ത്തുവാണ്. അത് കാണുമ്പോൾ മഞ്ജുവിന് കുറച്ച് ധൈര്യം കിട്ടുവാണ്. എന്നിട്ട് മഞ്ജു ഗിരിനോട് ചോദിക്കണേ, എന്താ അടിക്കുന്നില്ലേ? ആ സമയം നീ എന്താ പറഞ്ഞത് എന്നും പറഞ്ഞ് ഗിരി ഇങ്ങനെ ഞെട്ടിപ്പോകുവാണ് കേട്ടോ. മഞ്ജുവിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി ഗിരി പ്രതീക്ഷിച്ചില്ല. ഈ സമയം മഞ്ജു ഗിരിയുടെ അടുത്തേക്ക് വീണ്ടും ചെല്ലണേ, അടിക്കുന്നേ അടിക്ക് എന്ന് പറഞ്ഞ് കവിളിങ്ങനെ കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. ഈ സമയം ഗിരി പറയണേ, ദേ നീ അങ്ങോട്ട് മാറിയുന്നേ, എനിക്കിപ്പോൾ അടിക്കാനുള്ള ഒരു മൂഡില്ല, നിനക്കിട്ട് ഞാൻ ഓങ്ങി വെച്ചിട്ടുണ്ട്. അന്നേരം മഞ്ജു പറയണേ, ഞാനതിനു വേണ്ടി കാത്തിരിക്കുവാണ്. അത് കേട്ടിട്ട് ഗിരി മനസ്സിൽ പറയണേ, ഈ പെണ്ണുങ്ങളൊക്കെ എന്താ ഇങ്ങനെ? അങ്ങനെ പറഞ്ഞ് ഗിരി അവിടെ നിന്ന് വേഗം തന്നെ ഓടിപ്പോകുവാണ് കേട്ടോ. അതുകൊണ്ട് മഞ്ജുവിനാണെങ്കിൽ ചിരി വരുവാണ്. പിന്നീട് കാണിക്കുന്നത് മുകുന്ദനും ഈ സ്വപ്നയും കൂടി സംസാരിക്കുവാണ്. മുകുന്ദൻ പറയണേ, എന്നാലും എൻ്റെ സ്വപ്നയെ എത്ര നാൾ കൂടിയാ നീ എനിക്ക് വേണ്ടി ഇത്തിരി സമയം ഇങ്ങനെ മാറ്റി വെക്കുന്നത്? അന്നേരം സ്വപ്ന പറയണേ, അത് പിന്നെ എക്സാമൊക്കെ അല്ലേ, മാത്രമല്ല ആ വീട്ടിലാണെങ്കിൽ ഇപ്പം തീരെ സ്വസ്ഥതയില്ല, സ്വസ്ഥത കളയാനായിട്ട് ഒരു മാരണം വലിഞ്ഞേറി വന്നിട്ടുണ്ടല്ലോ. അന്നേരം വക്കീൽ ചോദിക്കണേ, നീ മഞ്ജുവിനെ കുറിച്ചാണോ അങ്ങനെയൊക്കെ പറയുന്നത്? മഞ്ജു ഒരു പാവമല്ലേ, ആവശ്യമില്ലാതെ ആരുടെയും കാര്യത്തിൽ അവൾ അങ്ങനെ ഇടപെടാറൊന്നുമില്ലല്ലോ. ഓ അത് ശരി, അപ്പോൾ ആ മഞ്ജുവിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാമല്ലേ? അന്നേരം വക്കീൽ പറയണേ, അത് പിന്നെ കേസിൻ്റെ മറ്റു ആവശ്യങ്ങൾക്ക് ഞാനിടയ്ക്ക് സ്റ്റേഷനിൽ പോകാറുണ്ട്. അവിടെ വെച്ച് മഞ്ജു എന്നെ കാണുമ്പോൾ ഗിരിയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്. അന്നേരം സ്വപ്നം പറയണേ, മഞ്ജു അവളെൻ്റെ ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം തകർന്നു. അവളെ ഞാൻ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കും, എന്നാലേ എനിക്ക് സമാധാനം കിട്ടൂ. എന്താ സ്വപ്നം ഇത്? സ്വന്തം ഏട്ടൻ്റെ ജീവിതം ഇങ്ങനെ തകർക്കാൻ നീ തന്നെ ഇങ്ങനെ ശ്രമിക്കുവാണോ?
സത്യത്തിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് നിന്റെ അമ്മയുടെയും അനാവശ്യമായിട്ടുള്ള ഈ വാശി തന്നെയാണ്. അന്നേരം സ്വപ്ന പറയണേ, അവളുടെ അച്ഛൻ അങ്ങേര് കാരണോ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ നഷ്ടപ്പെട്ടത്. അതൊന്നും ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അങ്ങനെയുള്ള ഒരുത്തൻ്റെ മോളെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് വാഴിക്കുകയില്ല. അവളുടെ പോലീസ് യൂണിഫോം കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. അവളെ ഞാൻ എൻ്റെ ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടും. അന്നേരം മുകുന്ദൻ പറയണേണ്, സ്വപ്നെ നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ തകരുന്നത് ഗിരിയുടെയും മഞ്ജുവിൻ്റെയും ജീവിതമാണ്. അന്നേരം സ്വപ്ന പറയണേ, ഗിരിയേട്ടൻ്റെ ജീവിതം തകരാനൊന്നും പോകുന്നില്ല. മഞ്ജു ഗിരിയേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ശാലിനി ഗിരിയേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരും. അത് ശാലിനി തന്നെ ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുള്ളതാണ്. പിന്നെ മഞ്ജു അവളുടെ ജീവിതം തകരണം, അത് തന്നെയാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. സ്വപ്നെ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. മഞ്ജു ഒരു പാവമല്ലേ. അത് കേൾക്കുമ്പോൾ സ്വപ്ന പറയണേ, മഞ്ജുവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ പൊള്ളുന്നത്? അവൾ നിങ്ങൾക്ക് സ്റ്റേഷനിലെ സഹായം മാത്രമേ ചെയ്യുള്ളൂ, അതോ മറ്റെന്തെങ്കിലും കൂടി ചെയ്തു തരുമോ? അന്നേരം വക്കീല് ചോദിക്കണേ, സ്വപ്നെ നീ എന്താ ഉദ്ദേശിച്ചത്? ഞാനൊന്നും ഉദ്ദേശിച്ചില്ല, ഞാനൊരു തമാശ പറഞ്ഞതാ. സ്വപ്നെ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും പറയുന്നതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. ഈ സമയം സ്വപ്ന മുകുന്ദൻ്റെ മുടിയിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് പറയണേ, ആ സാരമില്ല, അത് വിട്ടേക്ക്. ഞാൻ പറഞ്ഞ കാശ് നീ സംഘടിപ്പിച്ചോ? അന്നേരം മുകുന്ദൻ പറയണേ, കാശ് കിട്ടിയില്ല മോളെ. ഇന്ന് തരാമെന്ന് പറഞ്ഞാൽ ഫീസ് അയാൾക്ക് തരാൻ പറ്റിയില്ല, നാളെ കിട്ടും. അന്നേരം സ്വപ്നക്ക് അങ്ങ് നിരാശയാകുവാണ് കേട്ടോ. സ്വപ്ന പറയണേ, ആ എന്നാൽ ശരി, നീ പൊക്കോ. അന്നേരം മുകുന്ദൻ ചോദിക്കണേ, ഇത്ര പെട്ടെന്നോ? നമ്മളതിന് കാര്യമായിട്ടൊന്നും സംസാരിച്ചോലും തുടങ്ങിയില്ലല്ലോ. ഈ സമയം സ്വപ്ന പറയണേ, അത് പിന്നെ ഗിരിയേട്ടൻ എന്നെ പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് സമയമായി. അയ്യോ ഗിരി വരുമെന്നോ? ഓ നീ അത് നേരത്തെ പറയണ്ടേ. ഞാൻ എന്നാ പോകുവാണേ എന്ന് പറഞ്ഞ് മുകുന്ദൻ വേഗം തന്നെ അവിടെ നിന്ന് പോകുവാണ്. ഈ സമയം സ്വപ്ന മനസ്സിൽ പറയണേ, വേറൊരുത്തനെ കണ്ടുപിടിക്കേണ്ട സമയം കഴിഞ്ഞു. ഇവനെ കൊണ്ട് കാശിൻ്റെ ഗുണമില്ല. പിന്നെ ഞാനെന്തിനാ ഇവൻ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? പിന്നീട് കാണിക്കുന്നത് ഗോപാൽജിയുടെ വീടാണ്. അവിടെ ഗോപിക ഗോപാൽജിയുമായിട്ട് ഫോണിലൂടെ സംസാരിക്കുമായിരിക്കും. ഈ സമയത്താണ് ഗിരി അവിടെ എത്തുന്നത്. അങ്ങനെ ഗിരി വരുമ്പോഴേക്കും അവർ ഫോൺ കട്ടാക്കുവാണ്. അന്നേരം ഗിരി ചോദിക്കുക, ഗോപാൽജി ആണോ? ആ അതെ, ഏട്ടൻ വരാൻ കുറച്ചുകൂടി ലേറ്റ് ആകുമെന്നാണ് പറഞ്ഞത്. ഈ സമയം ശാലിനി റെഡിയായിട്ട് അവിടെ എത്തുക. എന്നാ വാ നമുക്ക് പോകാം. ഈ സമയം ഗോപിക പറയണേ, അതെ ഞാൻ ഈ സാരി മാറ്റിയിട്ട് വേറെ സാരി ഇട്ടാലോ? അയ്യോ ഇനി ഡ്രസ്സൊന്നും മാറ്റേണ്ട ചാച്ചു, വേഗം വാ, ഇപ്പം തന്നെ ലേറ്റായി. അങ്ങനെ ഒരു പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ സഞ്ജു തിരിച്ചു വരുന്നത്. സഞ്ജുവിനെ കാണുന്നതും ശാലിനിക്ക് അങ്ങ് ദേഷ്യം വരുവാ. ഡാ നീയോ? ഗിരി ഇവനെ ചവിട്ടി പുറത്താക്കും. ഓ നിനക്കിപ്പോൾ പണ്ടത്തെ ഉശിരില്ലല്ലോ, നീ വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം, ഇറങ്ങി പോടാ ഇവിടുന്ന് എന്ന് പറഞ്ഞ് ഷോട്ടിൽ കയറി പിടിക്കുവാണ്ടോ ശാലിനി. അന്നേരം ഗിരി പറയണേ, ഹാ ശാലിനി വിട് മാഡം, ശാലിനി ഒന്ന് പിടിച്ചു മാറ്റ്. അങ്ങനെ ഗോപിക വന്ന് ശാലിനിയെ പിടിച്ചു മാറ്റുവാണ്. ഈ സമയം ശാലിനി പറയണേ, ചാച്ചു ഇവനോട് പുറത്തു പോകാൻ പറ, ഇവനാ എല്ലാ കുഴപ്പത്തിനും കാരണം. അന്നേരം സഞ്ജു പറയണേ, ഞാൻ കല്യാണത്തിൽ നിന്ന് ഓടിപ്പോയത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെയും മഞ്ജുയുടെയും ജീവിതം തകർന്നതിനെ. അതേക്കുമ്പോൾ ശാലിനി പറയണേ, ഇപ്പം എന്താ ആരുടെയും ജീവിതം തകർന്നില്ലേ? നീ അങ്ങനെ ചെയ്തതുകൊണ്ട് എൻ്റെ ജീവിതം തകർന്നു. ഗിരിയുടെ ജീവിതം തകർന്നു. ഗിരിയുടെ ഭാര്യയാവാൻ കാത്തിരുന്നവളാ ഞാൻ. എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തില്ലേ നീ? ഈ സമയം സഞ്ജു പറയണേ, അന്ന് എൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ചാച്ചുവെങ്കിലും എന്നെ മനസ്സിലാക്കണം. അന്നേരം ഗോപിക വന്ന് സഞ്ജുവിൻ്റെ കാരണത്തിട്ടൊന്ന് പൊട്ടിക്കുക. ഇതേ ഏട്ടൻ നിനക്ക് തരാൻ വേണ്ടി പറഞ്ഞു വെച്ചിരുന്നതാ. നീ ഇനി ഒന്നും പറയണ്ട, നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കുകയും വേണ്ട. നിന്നെ ശാലിനിയും ഞാൻ എൻ്റെ മക്കളെ പോലെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ നീ കാണിക്കുന്ന കൊള്ളരുതായ്മയ്ക്കൊക്കെ എൻ്റെ വളർത്ത് ദോഷമാണെന്നേ നാട്ടുകാരും ഗോപാലേട്ടനും ഒക്കെ പറയുള്ളൂ. നീ അതുപോലൊരു തെറ്റല്ലേ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ചെയ്തത്. അതുകൊണ്ട് നിന്നെ തിരികെ ഈ വീട്ടിലേക്ക് കയറ്റിയാലേ അത് ഗിരിയോടും മഞ്ജുവിനോടും കാണിക്കുന്ന നീതികേടായിരിക്കും. സ്വന്തം മകൻ നഷ്ടപ്പെട്ടാലും ഗിരിയെ പോലൊരു വിശ്വസ്തന നഷ്ടപ്പെടുത്തരുതെന്നാണ് ഗോപാലേട്ടൻ എന്നോട് എപ്പോഴും പറയാറ്. അതുകൊണ്ട് ഇറങ്ങിപ്പോടാ ഈ വീട്ടിൽ നിന്നും. അന്നേരം ഗിരി പറയണേ, സഞ്ജുവിനോട് ക്ഷമിച്ചൂടെ മാഡം, അവൻ തെറ്റെല്ലാം മനസ്സിലാക്കി തിരികെ വന്നതല്ലേ. അന്നേരം ശാലിനി പറയണേ, ഗിരി നീ എന്തിനാ ഇവന് വേണ്ടി സംസാരിക്കുന്നത്? ഓ ഇവൻ കാരണം നിനക്ക് മഞ്ജുവിനെ കിട്ടിയതുകൊണ്ടാണോ? ആ അതുകൊണ്ട് തന്നെയാ. എന്താ നിനക്ക് തൃപ്തിയായില്ലേ? ഈ സമയം ശാലിനി ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. അന്നേരം ഗിരി ഗോപികയോട് പറയണേ, മാഡം സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അതിൻ്റെ പേരിൽ സഞ്ജുവിനെ ഇനിയും എന്തിനാ അകറ്റി നിർത്തുന്നത്? അന്നേരം ഗോപിക പറയണേ, പക്ഷേ ഏട്ടൻ എന്നോട് ഇവൻ ഇനി വീട്ടിൽ കയറ്റേണ്ടെന്നാ പറഞ്ഞത്. ഗോപാൽജി അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറയുന്നതാ. അതൊന്നും മാഡം കാര്യം വെക്കണ്ട. ഗോപാൽജിയെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ധരിപ്പിച്ചോളാം. സഞ്ജു നീ അകത്തേക്ക് പോ. അങ്ങനെ സഞ്ജു അകത്തേക്ക് പോകുവാണ്. ഈ സമയം ദേഷ്യം കൊണ്ട് ശാലിനി ദേഷ്യത്തിൽ പുറത്തേക്ക് പോകുവാണ് കേട്ടോ. അത് കാണുമ്പോൾ ഗിരി മാഡത്തിനോട് പറയണേ, മാഡം ധൈര്യമായിട്ടിരിക്കുക, ശാലിനിയുടെ ദേഷ്യം
കുറച്ചു നേരം തന്നെ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ മാറിക്കോളും. അന്നേരം ഗോപിക പറയണേ, ഗിരി നീ പറഞ്ഞതുകൊണ്ട് മാത്രം സഞ്ജുവിനെ ഞാൻ തിരികെ കയറ്റിയത്. ഇന്നേതാണെങ്കിലും ഞാൻ ഇനി പുറത്തേക്കൊന്നും പോകുന്നില്ല, ഗിരി പൊക്കോളൂ. ശരി മാഡം എന്ന് പറഞ്ഞ് ഗിരി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഗോപിക പറയണേ, ഗിരിക്ക് ഒരു സംശയം തോന്നിയിട്ടില്ല. എങ്ങനെ തോന്നും, ഞാൻ അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നില്ലേ. അങ്ങനെ സഞ്ജുവിനെ തിരികെ ഗിരിക്കും ശാലിനിക്കും ഒരു സംശയം തോന്നാണ്ട് വീട്ടിൽ കയറ്റി. അങ്ങനെ ആ പ്ലാൻ വിജയിച്ചു. അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുന്ന ഗോപിക്ക് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്